ഖത്തർ. ഈ പേര് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് എണ്ണയും ആഡംബരവും ആധുനികതയും മാത്രമല്ല. ഇവിടെ ഒരു ജനതയുടെ വേരുകൾ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യം ആ ഒരു ജനതയ്ക്ക് വേണ്ടി അവരുടെ ഒരു സ്വപ്നം കെട്ടിപ്പൊക്കി. അതിൻ്റെ പേരാണ് ഖത്തർ നാഷണൽ മ്യൂസിയം. ദോഹയുടെ നെഞ്ചിൽ കടലിൻ്റെ തീരത്ത് ഒരു മരുഭൂമിയിലെ സ്വപ്നം യാഥാർത്ഥ്യമായ ഇടം. മരുഭൂമിയുടെ മണൽത്തരികളിൽ കാറ്റും കടലും ചേർന്ന് തീർക്കുന്ന ഒരു പ്രകൃതി അത്ഭുതമുണ്ട്. അതെ, ഡെസേർട്ട് റോസ്. ആ പ്രകൃതി വിസ്മയത്തെ കോൺക്രീറ്റിലും സ്റ്റീലിലും ആവാഹിച്ച് ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു വാസ്തുശില്പമാക്കി മാറ്റിയതാണിത്. മരുഭൂമിയിൽ മണൽ ഉറഞ്ഞുണ്ടാകുന്ന ആ പൂവിൻ്റെ, ഡെസേർട്ട് റോസ് എന്ന ആ പൂവിൻ്റെ ആകൃതിയാണ് ഈ കെട്ടിടത്തിന്. കല്ലും സിമൻറ്റും കൊണ്ട് പ്രകൃതിയെ വരച്ചിട്ടിരിക്കുകയാണ് ആർക്കിടെക്റ്റ് ഇവിടെ. ആദ്യമായി ഇവിടെ വരുന്ന ഒരാൾക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു നിമിഷം നിൽക്കേണ്ടി വരും. ഇതെന്താണ് എന്ന ചോദ്യം മനസ്സിൽ വരും. ഒരു സ്കൾപ്ചറാണോ, കെട്ടിടമാണോ, അതോ കലയാണോ? എന്നാൽ ഇതിനുള്ള ഉത്തരം ഇത് മൂന്നും കൂടി ചേർന്നാണിത്. വലിയ വലിയ വൃത്തങ്ങൾ ഒന്നിനോടൊന്ന് ചേർന്ന് ഒന്നിനുള്ളിൽ മറ്റൊന്ന് കടന്ന് പല രൂപത്തിൽ, പല ആകൃതിയിൽ. ഈ കെട്ടിടത്തിൻ്റെ രൂപം ഒരു യാദൃശ്ചികതയല്ല, ഇത് പ്രകൃതിയിൽ നിന്ന് പകർത്തിയതാണ്. മരുഭൂമിയിൽ മണലിനടിയിൽ ജലവും ധാതുക്കളും ചേർന്ന് ഒരു പ്രത്യേക ക്രിസ്റ്റൽ രൂപം ഉണ്ടാകും. അതിൻ്റെ പേരാണ് ഡെസേർട്ട് റോസ്, മരുഭൂമിയിലെ പൂവ്. ആ പൂവിൻ്റെ ഓരോ ദളവും ഇവിടെ കോൺക്രീറ്റ് ഡിസ്കുകളായി ഉയർന്നു നിൽക്കുന്നു. ആകെ 539 ഡിസ്കുകൾ. ഒരൊറ്റ ഡിസ്കും ഒരേ വലിപ്പത്തിലില്ല, ഒരേ കോണിൽ ചെരിഞ്ഞിട്ടുമില്ല. ഓരോന്നും വ്യത്യസ്തം, ഓരോന്നും അതുല്യം. ഇത് ഡിസൈൻ ചെയ്തത് ഫ്രഞ്ച് ആർക്കിടെക്റ്റായ ജോവാൻ നൂവലാണ്. ലോകം ആദരിക്കുന്ന ഒരു വലിയ പ്രതിഭ. ഈ ഒരു കെട്ടിടത്തിന് വേണ്ടി അദ്ദേഹം ഖത്തറിൻ്റെ മണ്ണ് പഠിച്ചു, ഇവിടുത്തെ ചരിത്രം വായിച്ചു, ഇവിടുത്തെ ആത്മാവ് മനസ്സിലാക്കി. അതിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. ഈ വലിയ മ്യൂസിയത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്തായിട്ട് പഴയ കാറുകളുടെ ഒരു ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നെന്തോ കാരണത്താൽ അതിനുള്ളിലേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ മ്യൂസിയത്തിൻ്റെ പുറംകാഴ്ചകളൊക്കെ കുറച്ച് കണ്ട് ഇതിൻ്റെ വിശാലമായ നടുമുറ്റത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇത് നോക്കിക്കാണുമ്പോൾ വേറൊരു രൂപത്തിലുള്ള ഭംഗിയാണിതിന്. സന്ധ്യമായുമ്പോൾ ഈ മ്യൂസിയം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ മണൽക്കൽ ഭിത്തികൾക്ക് സ്വർണ്ണ നിറം ആർജിക്കുന്നത് കണ്ണിനൊരു വിരുന്നാണ്. ഈ നേരത്ത് ഇവിടെ നിൽക്കുന്നത് തന്നെ ഒരു അനുഭവമാണ്. ഞാൻ ഈ കല്ലിട്ട ചെരിഞ്ഞ പാതയിലൂടെ മുകളിലേക്ക് നടക്കാൻ തുടങ്ങി. നമ്മുടെ കാൽക്കീഴിലെ തറയിൽ പോലും മനോഹരമായ ഡിസ്കിൻ്റെ ഈ രൂപങ്ങൾ കാണാം. അവിടെ കുറച്ച് ആളുകൾ കൂടി നിൽക്കുകയാണ്. അവർ എന്തിനോ വേണ്ടി കാത്തിരിക്കുന്നു. തൊട്ടപ്പുറം മാറി ഒരു വലിയ വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. അവിടുത്തെ ഫൗണ്ടൻ ഷോ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണിവർ. ഓരോ അരമണിക്കൂറും ഇടവിട്ട് ഇവിടെ വാട്ടർ ഷോ നടക്കുന്നുണ്ട്. അങ്ങ് ദൂരെ വിശാലമായി കാണുന്നത് കോർണേഴ്സ് റോഡും അതിലപ്പുറം കടലുമാണ്. കുറച്ചപ്പുറം മാറി 974 സ്റ്റേഡിയവും കാണാം. ഈ കാണുന്നതാണ് ആ വലിയ തടാകം. ദൂരെ ഖത്തറിൻ്റെ ദേശീയ പതാക ഉയർന്നു പറക്കുന്ന കാഴ്ച ഈ മുറ്റത്തിൻ്റെ ഭംഗി ഇരട്ടിയാക്കുന്നു. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാനും ഈ അന്തരീക്ഷം ആസ്വദിക്കാനും ഒരുപാട് ആളുകളാണ് വന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ഏറ്റവും ആകർഷകമായ കാഴ്ച ഈ വലിയ ലഗൂണും അതിലെ ഫൗണ്ടനുകളുമാണ്. പ്രശസ്ത ഫ്രഞ്ച് കലാകാരൻ ജീൻ മിച്ചൽ രൂപകൽപ്പന ചെയ്ത 114 വ്യക്തിഗത നീരുറവ ശില്പങ്ങളാണ് ഇതിലുള്ളത്. അറബിക് കാലിഗ്രാഫിയുടെ വടിവൊത്ത അക്ഷരങ്ങൾ പോലെയാണ് ഈ ഫൗണ്ടനുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളം ഉയർന്നു പൊങ്ങുമ്പോൾ അത് മരുഭൂമിയിലെ ജീവൻ്റെ ഒഴുക്കിനെ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് ഈ ഡിസൈൻ കണ്ടിട്ട് ഓർമ്മ വന്നത്
നമ്മൾ ഒരുപാട് ഇഡ്ഡലി കൂട്ടിയിട്ടാൽ എങ്ങനെയുണ്ടാകും? വെറുതെയല്ല ആളുകൾ ഈ ഫൗണ്ടൻ കാണാൻ വേണ്ടിയിട്ട് അവിടെ കൂടി നിൽക്കുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ഫൗണ്ടനും കാണാം, അതിൻ്റെ തൊട്ടപ്പുറം പോകുന്ന കോർണിഷ് റോഡും അതിൻ്റെ കുറച്ചപ്പുറം മാറിപ്പോകുന്ന കടലും കാണാം. വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഈ ഡിസ്കുകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇത് എങ്ങനെയാണ് ഒന്നിനുള്ളിൽ ഒന്നായിട്ട് കൂട്ടിവെച്ച് കയറ്റി വച്ചതെന്നാണ്. എന്തായാലും ജീൻ നോവൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഈ ഡിസൈൻ ചെയ്തെടുക്കാൻ. ഇതൊരു സ്റ്റാറ്റിക് സ്ട്രക്ചർ അല്ല, ഇത് ജീവനുള്ള ഒരു കലാസൃഷ്ടിയാണ്. ശരിക്കും പറഞ്ഞ വൈകുന്നേരങ്ങളിൽ ഇതിനൊരു ഓറഞ്ചും സ്വർണവും ചേർന്നൊരു മാജിക്കൽ ലൈറ്റാണ്. ഒരേ കെട്ടിടം, ഒരു ദിവസം പല അവതാരങ്ങൾ. ഇങ്ങനത്തെ ഒരു മ്യൂസിയം ലോകത്ത് വേറെ ഇടത്തും കാണില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ജലാശയത്തിലെ വാട്ടർ ഫൗണ്ടനിൽ നിന്ന് വാട്ടർ ഷോ തുടങ്ങിയിട്ടുണ്ട്. മ്യൂസിക് ഒന്നുമില്ല, വെറും വാട്ടർ ഷോ മാത്രമാണ്. മുമ്പ് പറഞ്ഞ പോലെ അറബിക് കാലിഗ്രാഫിയുടെ വടിവത്ത അക്ഷരങ്ങൾ പോലെയാണ് ഈ ഫൗണ്ടനുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളം ഉയർന്നു പൊങ്ങുമ്പോൾ അത് മരുഭൂമിയിലെ ജീവൻ്റെ ഒഴുക്കിനെ ഓർമ്മിപ്പിക്കുന്നു. പല ഫൗണ്ടനിൽ നിന്നും പല ആകൃതിയിലാണ്, പല ഉയരത്തിലാണ് വെള്ളം ഉയർന്നു പൊങ്ങുന്നത്. ചില ഭാഗങ്ങളിൽ പായൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നതും കാണാം. അതിമനോഹരമാണ് ഈ അറബിക് കാലിഗ്രാഫിയിലുള്ള ഡിസൈൻ. പലതും പല ഉയരത്തിലാണ് വെള്ളം പൊങ്ങുന്നത്. ഫൗണ്ടൈൻ്റെ നടപ്പാതകളിൽ ചെറിയ ലൈറ്റുകൾ മിന്നിമറയുന്നുണ്ട്. ഏകദേശം ഒരു 2-3 മിനിറ്റ് മാത്രമുള്ള ഒരു വാട്ടർ ഷോയാണിത്. നേരം ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫൗണ്ടനിൽ നിന്നുള്ള വാട്ടർ ഷോ കാണാൻ വന്നവരൊക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ മ്യൂസിയത്തിൻ്റെ തൊട്ടപ്പുറത്തായി തലയുയർത്തി നിൽക്കുന്ന അനവധി ഒരുപാട് ബിൽഡിങ്ങുകളും കാണാം. നിങ്ങൾക്കറിയാമോ, ഈ മ്യൂസിയത്തിനുള്ളിൽ ഏതാണ്ട് 1.5 കിലോമീറ്റർ നീളമുള്ള ഒരു ഗാലറി സർക്യൂട്ട് ഉണ്ട്. ഇതിലൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഖത്തറിൻ്റെ ചരിത്രം, ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലം മുതൽ ഇന്നത്തെ ആധുനിക യുഗം വരെ കാണാൻ സാധിക്കും. ഈ അത്ഭുതകരമായ കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ ഉയരത്തെക്കുറിച്ച് കൃത്യമായ കണക്കുകളില്ലെങ്കിലും ഇതൊരു വലിയ പരന്ന കെട്ടിടമാണ്. മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതിനേക്കാൾ പരന്നു കിടക്കുന്ന
ഒരു സ്ട്രക്ചറാണിതിന്. സായാഹ്നം കൂടുതൽ കറുത്തിരുണ്ടുകൊണ്ടിരിക്കുന്നു. പുറത്തുള്ള ദൃശ്യങ്ങൾ കാണാൻ വന്ന കാഴ്ചക്കാരൊക്കെ ഓരോരുത്തരായി മടങ്ങിക്കൊണ്ടിരിക്കുന്നു. മ്യൂസിയത്തിൻ്റെ പല ഭാഗങ്ങളിലായി രാത്രികാല ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നു. മുഴുവൻ ലൈറ്റിട്ട് ഈ മ്യൂസിയം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ മ്യൂസിയത്തിന് പുറത്തായിട്ട് ഒരു കലാകാരൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ശില്പം കാണാം. മരുഭൂമിയുടെ കാഠിന്യം പേറുന്ന ഒരു ചരിത്രശേഷിപ്പാണ് കാലത്തിൻ്റെ മുദ്രകൾ പതിഞ്ഞ ഈ ശില്പം. നിഗൂഢമായ ഏതോ ഒരു കഥയാണ് നമ്മോട് പങ്കുവെക്കുന്നത്. ഈ മനോഹരമായ കാഴ്ചയുടെ മാന്ത്രികതയിൽ അലിഞ്ഞു ചേർന്ന് ഞാനിപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. പുറത്തെ ഇരുണ്ട ആകാശത്തിന് താഴെ ദീപങ്ങളുടെ പ്രഭയിൽ മുങ്ങി നിൽക്കുന്ന ഈ കവാടം ചരിത്രത്തിൻ്റെ പുതിയൊരു അധ്യായം ചരിത്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വർത്തമാനത്തിൻ്റെ ഊഷ്മളമായ സ്പർശനത്തിലേക്ക് കാൽവെക്കുമ്പോൾ ഈ വിസ്മയകരമായ വാസ്തുവിദ്യ ഭൂതകാലത്തിൻ്റെ നിഴലുകൾ പിന്നിലാക്കി മരുഭൂമിയുടെ സൂര്യരശ്മികൾ ഈ മനോഹരമായ കാഴ്ചകളിൽ തഴുകി തലോടുന്നു. മരുഭൂമിയുടെ വിരിഞ്ഞ കവിത പോലെയുള്ള ഈ മ്യൂസിയം ചരിത്രത്തിൻ്റെ ഏടുകൾ പ്രകാശത്താൽ മിനുക്കുകയാണ്.
ഇവിടെ വെളിച്ചവും നിഴലുകളും ചേർന്ന് ഒരു പുതിയ കഥ പറയുന്നു. ഖത്തറിൻ്റെ പാരമ്പര്യം വർത്തമാനത്തോട് സംവദിക്കുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന ഈ ദീപാലങ്കാരം കാലത്തിൻ്റെ ഒഴുക്കിന് പുതിയൊരു അർത്ഥം നൽകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.